സ്ലബ് സിൽക്കിന്റെ എംബ്രോയിഡറി കുർത്തീസ് ചെയ്യുമ്പോൾ സാധാരണ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ് വരുന്ന പ്രൊഡക്റ്റ് ആണ്. അതിലേക്കൊന്ന് ഫീഡിങ് ഓപ്ഷനും കൂടെ ചെയ്തു തരുമോന്ന്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഇങ്ങനെ ഒരു പാൽക്കട്ടിന്റെ കുർത്തി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഫീഡിങ് ഓപ്ഷനോട് കൂടിയിട്ടും ചെയ്തിട്ടുണ്ട്. നോർമൽ കസ്റ്റമേഴ്സ് പേടിക്കേണ്ട, നിങ്ങൾക്ക് അല്ലാതെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള 4 ഷെയ്ഡ്സിലേക്കാണ് വരുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ഉണ്ട്, നമ്മുടെ ഒരു ടർക്കോയ്സ് ഗ്രീൻ ഷെയ്ഡ് ഉണ്ട്, നമ്മുടെ റോയൽ ബ്ലൂ ഷെയ്ഡ് ഉണ്ട്, അതേപോലെ തന്നെ മെറൂൺ ഉണ്ട്. ഇതിന്റെ കുർത്തീസിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെസ്റ്റ് പോർഷനിലേക്കും അതുപോലെ തന്നെ 2 പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പോക്കറ്റ്സിലേക്കും കൂടെ എംബ്രോയിഡറി വരുന്ന രീതിയിലേക്കാട്ടോ നമ്മുടെ ആ പാനൽസ് വന്നേക്കുന്ന ഇതിലേക്കായിട്ട് നമ്മൾ സിബ് കൊടുത്തേക്കുന്നത്. ഹിഡൻ ആയിട്ട് തന്നെ വന്നേക്കുന്ന സിബ് ആട്ടോ, ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്. അപ്പോൾ ഇതിനകത്ത് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ സ്പെഷ്യലായിട്ട് നോക്കുക, ഫീഡിങ് ഓപ്ഷൻ ഉള്ളതാണോ അല്ലാത്തതാണോ നോക്കിയിട്ട് ഓർഡർ ചെയ്യാം. നമുക്കിപ്പോൾ ഇതിന്റെ ഡീറ്റെയിലിംഗ് കൂടെ നോക്കാം. ഇവിടെ ഫസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പിങ്ക് ഷെയ്ഡ് ആട്ടോ. അതിന്റെ ചെസ്റ്റ് പോർഷനിലേക്കാണെങ്കിൽ അതുപോലെ തന്നെ പോക്കറ്റിലേക്കാണ് നല്ല ഭംഗിയായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് കൊടുത്തേക്കുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബോട്ടം ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് ഈ ഒരു കൈൻഡ് ഓഫ് ഒരു ബ്ലൂ ഷെയ്ഡ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം കളർ ടോണിലേക്ക് തന്നെയുള്ള ബോട്ടംസ് വെച്ച് വേണമെങ്കിൽ പെയർ ചെയ്യാം. ഇതിന്റെ പ്രൈസ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് 949 റേറ്റിലേക്ക് ആട്ടോ. ഫീഡിംഗ് ഓപ്ഷൻ ഉള്ളതാകുമ്പോഴത്തേക്കും 999 റേറ്റിലേക്ക്. നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മൾ റോയൽ ബ്ലൂ ആണ്. റോയൽ ബ്ലൂവിനകത്തേക്ക് കോമ്പിനേഷൻ ആയിട്ട് റാണി പിങ്കും വൈറ്റും ലൈറ്റ് പിങ്കും ബ്ലൂവും ഒക്കെ കൂടെ വന്നേക്കുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് നമ്മുടെ റാണി പിങ്ക് കളറിലെ ബോട്ടം പെയർ ചെയ്തേക്കുന്നത്. ഇപ്പം നിങ്ങളുടെ ഇതിൻ്റെ തന്നെ ബോട്ടം ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഫീഡിംഗ് സിബ് കൊടുക്കാത്ത പാറ്റേൺ ആണ്. രണ്ടും ഓൾമോസ്റ്റ് സെയിം തന്നെയായിട്ടാണ് വരുന്നത്. എക്സ്ട്രാ ആയിട്ട് അതിനകത്തേക്ക് ഒരു ഹിഡൻ സിബിന്റെ ഒരു ജസ്റ്റ് ഒരു ഹാങ്ങിങ് മാത്രമേ പുറത്തേക്ക് കാണത്തുള്ളൂ. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് നമ്മുടെ ടർക്കോയ്സ് ഗ്രീൻ ആട്ടോ. ടർക്കോയ്സ് ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മുടെ അക്വ ഗ്രീനെക്കാട്ടിലും കുറച്ചൊരു ഡാർക്ക് ആയിട്ട് വന്നേക്കുന്ന ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഇതിനകത്തേക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഒക്കെ ഇടാം കേട്ടോ, ഒരു ഹാൻഡ് ഫ്രീ ആയിട്ട് നമുക്ക് നടക്കണമെങ്കിലൊക്കെ. ലാസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്ന ഡാർക്ക് മെറൂൺ ആട്ടോ. അപ്പം മെറൂണിനകത്തേക്ക് നമ്മുടെ റെഡിഷ് മെറൂൺ എന്ന് പറയാം. ഇതിനകത്തേക്ക് കോമ്പിനേഷൻ ആയിട്ട് നമ്മുടെ ഒരു മസ്റ്റർഡ് യെല്ലോയും പീച്ചും ലൈറ്റ് ഒരു ഗ്രീനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ ഓർഡർ പ്ലേസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫീഡിംഗ് ആയിട്ടുള്ളതിന് നമ്മൾ ഫീഡിംഗ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. നോർമൽ ആയിട്ടുള്ളത് നമ്മൾ സാധാരണ നോർമൽ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾ നോക്കിയിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ.